ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേട് പ്രഥമദൃഷ്ട്യ ഗൌരവതരമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. സുതാര്യമായ അന്വേഷണം വേണം. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ദേവസ്വം സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ തന്നെ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? നിലമ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മുഖേനയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് പ്രഥമദൃഷ്ട്യാ ഗൗരവകരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അത് നേരെ സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് കൈമാറണമെന്നുള്ള ഒരു നിർദ്ദേശം ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഒരു മാസത്തിനുള്ളിൽ, അതായത് ഈ സംസ്ഥാന വിജിലൻസ് മേധാവി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം. അത് മാത്രമല്ല, ഒരു മാസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്നുള്ള നിർദ്ദേശവും ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ഓക്കെ രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിലെ നെയ്യ് ഇടപാട് വിവാദം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.